ഗുഡ് മോർണിംഗ്. 8ാം ക്ലാസ്സുകാർക്ക് ഇൻഫോ മിററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫ്രം എ റെയിൽവേ കാരിയേജ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ തരാനായിട്ട് പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത്, എല്ലാവരും ഫോൺ നമ്പറിനെ പറ്റി ചോദിക്കുന്നു. ഫോൺ നമ്പർ വേണം, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ലൈവ് ക്ലാസ് ലൈവായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവർക്കെല്ലാം നമ്മൾ കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കയ്യിൽ 2 മൊബൈൽ ഫോണാണുള്ളത്. അതിൽ ഒരു ഫോണിനകത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, മറ്റേ ഫോണിൽ എഡിറ്റ് ചെയ്യക്കും ആൻസർ ടൈപ്പിങ്ങും. അങ്ങനെ 2 ഫോണും ബിസിയാണ്. എപ്പോഴും ഫ്ലൈറ്റ് മോഡിലായിരിക്കും മിക്കവാറും ഫോണുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ നമ്പർ തരാത്തത്. വേറൊരു ഫോണും കൂടി സംഘടിപ്പിച്ച് നമ്മളൊരു നമ്പർ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് താമസമുണ്ട്. ഉറപ്പായിട്ടും എന്നാലും എല്ലാവർക്കും നമ്പർ തരുന്നതായിരിക്കും. പിന്നെ ലൈവ് വരാത്ത കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഇവിടെ നമ്മുടെ ഫോണിൽ റേഞ്ച് വളരെ കുറവാണ്. നമുക്ക് വൈഫൈയുടെ കണക്ഷൻ ഉണ്ട്, എന്നാൽ കൂടിയും കിട്ടില്ല. ഹോട്ട്സ്പോട്ട് വഴി ഒരു ഫോണിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 5-6 മണിക്കൂർ എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തന്നെ. എഡിറ്റിങ്ങും എല്ലാം മൊബൈൽ ഫോണിലാണ്, കമ്പ്യൂട്ടറില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് ലൈവായിട്ട് വരണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെയൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്ക്രിപ്ഷനും പ്ലേലിസ്റ്റും എത്ര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ കയറും, പ്ലേലിസ്റ്റിൽ എങ്ങനെ കയറും. പ്ലേലിസ്റ്റിൽ കയറേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം പേജില്ലേ, ഹോം പേജ് വീഡിയോ പ്ലേലിസ്റ്റ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ 2-3 ഓപ്ഷൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഹോം പേജ് ഇങ്ങോട്ട് നീക്കിയാലും കാണാം. 2-3 ആയിട്ട് നീക്കുമ്പോൾ പ്ലേലിസ്റ്റ് നമുക്ക് കാണാം. അത് ഓരോരുത്തരുടെ ഫോണിൻ്റെ രീതി അനുസരിച്ചിരിക്കും. പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് നോക്കിയാൽ മതി. ഒരു ആരോ മാർക്കും കാണും, അതിലും ക്ലിക്ക് ചെയ്ത് നോക്കുക. 4th ക്ലാസ് തൊട്ട് 12th വരെയുള്ള ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും അതുപോലെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സോഷ്യലിൻ്റെ ക്ലാസ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. കയറി നോക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷൻ. അവിടെയാണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടായിരിക്കുക. അതുപോലെ ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അത് ബ്ലൂ കളറിൽ അവിടെ കാണും. ഇത്രയും കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാസ്റ്റ് പോർഷൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളത് അറിയാത്തത്. അതുകൊണ്ടാണ് ഇന്ന് തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ തുടക്കം സ്കിപ്പ് ചെയ്യരുത്, ഒന്ന് കാണുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താണ്? ട്രെയിൻ പോകുന്നത് വില്ലേജിലൂടെയാണോ സിറ്റിയിലൂടെയാണോ? ഏതെങ്കിലും ഒരു ആൻസർ അങ്ങ് പറയാം. പക്ഷേ എങ്ങനെ പറയണം? അത് ജസ്റ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും വേണം. അപ്പോൾ എന്താ പറയണ്ടേ? ദ ട്രെയിൻ മൂവ്സ് ത്രൂ എ വില്ലേജ്. വില്ലേജ് വഴിയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? ദ ഹെഡ്ജസ്, മെഡോ, ഹോസ്, കാറ്റിൽ ഓൾ ആർ ദ കോമൺ സീൻസ് ഇൻ എ വില്ലേജ്. അല്ലേ? ഇതിൽ പറയുന്ന കുറേയേറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ വില്ലേജിലെ കോമൺ സീൻസ് ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു ഷോ ദ അമേസിംഗ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ? ട്രെയിനിൻ്റെ സ്പീഡ് കാണിക്കാൻ വേണ്ടി നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചേഴ്സ്, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ, ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ഇങ്ങനെ കുറേ ലൈൻസ് ഇല്ലേ, സ്പീഡിൽ പോകുന്നു, ഒറ്റ മിന്നായം പോലെ പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ. ഫാസ്റ്റർ ഫെയറീസിനേക്കാൾ ഫാസ്റ്റാണ്. ഇതൊക്കെയാണ് അവിടുത്തെ യൂസേജസ്. അടുത്ത എന്താണ്? ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോട്ടീവ് റിതം ഇൻ ദ പോയം? എന്താണ് ആ ഒരു റിതം ഇല്ലേ, മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിതം, അതെങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എങ്ങനെയാണ്? The poet makes use of different poetic devices such as alliteration, assonance, similes, etc. to make the poem more energetic through a perfect rhyme scheme of AABB. The poet bring out the locomotive rhythm in the poem. അങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. AABB അല്ലെങ്കിൽ 4 എടുക്കുന്നതെങ്കിൽ 4 ലൈൻസ് വെച്ചാൽ നമ്മൾ എടുക്കുക. അതല്ല നിങ്ങൾക്ക് 8 ലൈൻസാണ് തരുന്നതെങ്കിൽ അതനുസരിച്ച്. ഇപ്പം ഞാൻ 4 ലൈൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് AABB എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രയുമാണ് ഇവിടെ പറയാനായിട്ട് ഉള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മുടെ പോയറ്റ് എങ്ങനെയാണ് ആ ഒരു പോയത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഇമാജിനേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെയൊക്കെ റൈം സ്കീം, ഇതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഒരു പോയത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലൊരു റൈം സ്കീം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസൊനൻസും അല്ലിട്രേഷനും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലിട്രേഷനും അസൊനൻസും എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്, റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ഉണ്ട്, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസിലുണ്ട്, അപ്പോൾ തരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ള. പിന്നെ
സിമിലീസ് എന്തിനെയോ പോലെ ഉപമിക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് യൂസേജുകൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്തിനാണ്? പോയറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോയത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു യൂസേജ് വഴിയാണ് ഇങ്ങനെയുള്ള ഭംഗി കൊണ്ടുവരുന്നത്. ഇവിടെ ലോക്കോമോട്ടീവിൻ്റെ ചലനം തോന്നാനുള്ള കാര്യം എന്താണ്? ആ രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റൈം സ്കീം, നിർത്തുന്ന ഭാഗം, അതുപോലെ ആ ഓടുന്നതിൻ്റെ ആ ഒരു താളം, ഇതെല്ലാം കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നത്. അതാണ് ആൻസർ തന്നിട്ടുള്ളത്. ഒരു പോയം അല്ലെങ്കിൽ ഒരു പോയറ്റിൻ്റെ കോൺസെപ്റ്റുകളെ പറ്റി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പത്തെ, ഇമാജിനേഷനെ പറ്റി, അതെല്ലാം ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് റൊമാൻറ്റിക് കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ റൊമാൻറ്റിക് പീരീഡിനെ പറ്റി പറയാനുണ്ടായ ഒരു സാഹചര്യം, നമ്മുടെ കുമാരനാശാനൊക്കെ എഴുതിയിരുന്ന വീണപൂവ് എന്ന് പറയുന്ന ആ ഒരു കവിത തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ എത്രയോ പ്രാവശ്യം ഇപ്പം പെൺകുട്ടികൾക്ക് സ്ഥിരം കാണുന്നതാണ്, മുറ്റം തൂക്കുമ്പോഴെല്ലാം പൂക്കൾ വീണ് കിടക്കും, നമ്മൾ തൂത്തുവാരി കളയും. ഒരിക്കലെങ്കിലും നമ്മൾ ആരെങ്കിലും ഈ പൂവ് വീണ് കിടക്കുന്ന പൂവിനെ നോക്കിയിട്ട് ഈ പൂവിന് നേരത്തെ ഒരു വളരെ ശോഭമായിരുന്ന ഒരു ഭാവി ഉണ്ടായിരുന്നു, വളരെ പ്രൗഢിയോടെ തല ഉയർത്തി നിന്നിരുന്നയായിരുന്നു, ഇപ്പോൾ അതിങ്ങനെ വീണ് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പൂവിനെ നോക്കി വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഇതെല്ലാം കൂടെ പൊഴിഞ്ഞു വീണത് കാരണം തൂക്കുന്നത് തന്നെ മെനക്കേടെന്ന് പറഞ്ഞ് തൂത്തുവാരി കളയുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ചിന്തയുടെ ഒരു പ്രശ്നമാണല്ലേ. ഒരു കവി കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, അതിപക്ഷം ഒരു ബയോളജി അല്ലെങ്കിൽ ഒരു ബോട്ടണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആ പൂവിനെ കാണുന്നെങ്കിൽ എന്ത് ചെയ്യും? അതിനെ എടുത്ത് കീറിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, അതിനകത്തെ കാര്യങ്ങളെല്ലാം പഠിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും, ഒരു ചിത്രകാരനാണെങ്കിൽ എന്ത് ചെയ്യും? വീണ് കിടക്കുന്നതിൻ്റെ ഒരു പടം വരയ്ക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും സങ്കല്പത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലേ. ഇവിടെ ഈ പോയറ്റ് ചിന്തിക്കുന്നു, ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു താളത്തെ പറ്റി? ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയാണല്ലേ. അപ്പോൾ അത് നമ്മൾ എന്താണോ അവരുദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം അതായിരിക്കില്ല. അതൊക്കെ എഴുതുന്ന ആളുടെയും വായിക്കുന്ന ആളുടെയും സങ്കല്പത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഇരിക്കും മനസ്സിലാക്കുന്നതിൻ്റെ രീതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് എൻജോയ് ചെയ്യാൻ തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ എഴുതുക. പിന്നെ കുറച്ച് പോയിൻറ്റ്സ് അല്ലാതെ നമ്മുടെ പോയത്തിൽ നിന്നും കൂടി ഇതുപോലെ ഡിവൈസസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്കീമിനെ പറ്റിയിട്ടോ ഒക്കെ നിങ്ങൾ എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഉള്ളത്. ഇനി നമുക്ക് എന്താണ് ലെറ്റസ് റീവിസിറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്താണത്? ലെറ്റസ് റീവിസിറ്റ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ്. തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോയം എബൌട്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പോയം എന്തിനെ പറ്റി പറയുന്നു? എന്താ ആൻസർ? ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആൻഡ് ദ പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ് സീൻ ഫ്രം ഇറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എയിം ഓഫ് ദ പോയറ്റ് വൈൽ റൈറ്റിംഗ് ദ പോയം ഫ്രം എ റെയിൽവേ കാരേജ്? എന്താണ് ഈ ഒരു പോയം എഴുതുന്ന സമയത്ത് പോയറ്റിൻ്റെ എയിം, ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താ ആൻസർ? ഇതിനകത്ത് ആദ്യം തന്നിരിക്കുന്ന ടു എൻ്റർടൈൻ റീഡേഴ്സ് വിത്ത് ആൻ എക്സൈറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ട്രെയിൻ റൈഡ്, അത് കറക്റ്റ് അല്ലേ? അത് ശരിയാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Read the lines from the poem. Here is a tramp who stands and gazes. Which word has almost the same meaning as gazes? Gaze ചെയ്യുക, തുറച്ചു നോക്കുക, സ്റ്റെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പം എന്താണ് ലുക്സ് എന്നുള്ളത് എഴുതുക. What is similar about the word witches and ditches? Ditches എന്നതുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്താണ്? Both are at the end of a line and rhyme with each other അല്ലേ. ഒരേ റൈം വരുന്നല്ലേ? Witches, ditches. എസ് എന്നല്ലേ നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പം റൈം ഒരേപോലെ റൈം വരുന്നതാണ്. ഹൗ ഡു ദ ട്രൂപ്സ് റിസംബിൾ ദ ട്രെയിൻ? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡു ദ ട്രൂപ്സ് റിസംബിൾ ദ ട്രെയിൻ? ട്രൂപ്പിനെ എന്തുമായിട്ടാണ് അവിടെ ട്രെയിൻ റിസംബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ പറയേണ്ടത്? സി ആണ്. ദേ ചാർജ് എലോങ്. ആറാമത്തത്, ഇൻ വാട്ട് വേസ് ആർ ദ ചൈൽഡ് ആൻഡ് ദ ട്രാം ഡിഫറൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. ആറാമത്തിൻ്റെ ആൻസർ ബി. ദ ചൈൽഡ് ഈസ് ക്ലാംപോറിങ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ആൻഡ് ദ ട്രാം ഈസ് സ്റ്റാൻഡിങ് ആൻഡ് ഗേസിങ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലാസ്റ്റ് 2 things സീൻ ഫ്രം ദ റെയിൽവേ കാരേജ്? ലാസ്റ്റ് 2 things ഏതൊക്കെയാണ് എന്നുള്ളതാണ്. a mill and a dry river എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 8th ക്വസ്റ്റ്യൻ, in what order are the people and things seen from the railway carriage? ഓർഡർ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക. സി ആണ് ആൻസർ. a child, a beggar, a cart, a mill and a river. 9th ക്വസ്റ്റ്യൻ, read these lines from the poem. പോയത്തിൽ നിന്ന് ലൈൻ തന്നിട്ടുണ്ട്. and ever again in the wing of an eye painted stations whistle by. Why does it seem that the painted stations appear and disappear in the wing of an eye എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ് പറയേണ്ടത്? 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി.
as they are seen from the window of a fast moving railway carriage. ഫാസ്റ്റ് മൂവിങ് റെയിൽവേ കാരേജിന്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Read the last line of the poem, each a glimpse and gone forever. What does the poet mean by the line? 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? സി ആണ്. You only get a quick look at something as you pass by. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഒറ്റവട്ടം ഒന്ന് കാണും, ഒരു ലുക്ക് കിട്ടും. നെവർ ടു സീ ഇറ്റ് അഗൈൻ. പിന്നെയും തിരിച്ചു വന്ന് കാണാൻ പറ്റുമോ? ട്രെയിൻ ബാക്ക് എടുത്ത് വരുമോ അത് കാണാനായിട്ട്? ഇല്ല. അപ്പോൾ ഒറ്റ പ്രാവശ്യം എന്താ മിന്നി മാഞ്ഞ് പോകുന്നത് പോലെയാണ് കാണുന്നത്. അടുത്ത എന്താണ്? 11th ക്വസ്റ്റ്യൻ. ഇൻ ദ പോയം certain words and a cluster of letters are repeated. Can you list out the repeated words and the cluster of letters from the poem? ഏതൊക്കെയാണ് ക്ലസ്റ്റർ ഓഫ് ലെറ്റേഴ്സ്? റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചില വേർഡ്സ്, ക്ലസ്റ്റർ ഓഫ് ലെറ്റേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുക. ഡു യു തിങ്ക് റെപ്പറ്റീഷൻ എൻഹാൻസസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് എ പോയം? ഇല്ലേ, റെപ്പറ്റീഷൻ, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നു. റെയിൻ റെയിൻ കം അഗെയിൻ. അപ്പോൾ എന്താ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ റെയിൻ കം അഗെയിൻ എന്ന് പറഞ്ഞതും റെയിൻ റെയിൻ കം അഗെയിൻ എന്ന് പറഞ്ഞതും തമ്മിലൊരു വ്യത്യാസമില്ലേ? അപ്പം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതിൽ നിന്നും അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗി ഒന്ന് വേറെ, അതിനൊരു ഋതം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഋതം എന്താ പോയത്തിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ടോ എന്നാണ്, മ്യൂസിക്കൽ ക്വാളിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതുക. ഫെയറീസ്. അപ്പം നമ്മുടെ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്ലസ്റ്റർ ഓഫ് വേർഡ്സും അതുപോലെ തന്നെ സം വേർഡ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, റെപ്പറ്റേഷൻ, അതാണ് ആദ്യം എഴുതേണ്ടത്. ഏതൊക്കെയാണത്? IESും ESും ഒക്കെ വെച്ച് വരുന്നത്. ഫെയറീസ്, വിച്ചേഴ്സ്, ഹൗസസ്, ഹെഡ്ജസ്, ഡിച്ചസ്, ട്രൂപ്സ്, മെഡോസ്, ഹോസ്, സൈഡ്സ്, സ്റ്റേഷൻസ്, ക്ലെയിംബോസ്, ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ്, സ്റ്റാൻഡ്സ്, ഗെയ്സസ് ആൻഡ് ഡെയ്സീസ്. ഇത്രയുമാണ് അവിടെ ഉള്ളത്. ദി സൗണ്ട്സ് റിപ്പീറ്റഡ് ഇൻ ദ പോയം ഗീവ് എ ലോക്കോമോട്ടിക് rhythm. ഇറ്റ് മേക്സ് ദ പോയം മോർ മ്യൂസിക്കൽ. അല്ലേ, കുറച്ചും കൂടി മ്യൂസിക്കലാക്കി മാറ്റും ഇങ്ങനത്തെ റിപ്പീറ്റഡ് സൗണ്ട്സ്. അടുത്തത് 12th ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ എ ട്രെയിൻ പാസിംഗ് ത്രൂ എ നമ്പർ ഓഫ് പ്ലേസസ് ഓർ സ്റ്റേഷൻസ്. എന്ത് ചിന്തിക്കുക? നിങ്ങളൊരു ട്രെയിനകത്താണ്, അതുപോലെ തന്നെ എന്താ ഒരുപാട് സ്റ്റേഷൻസും ഒരുപാട് പ്ലേസസും ഒക്കെ പാസ് ചെയ്ത് നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നെയിം എനി 5 സീൻസ് യു വുഡ് സീ ത്രൂ ദ വിൻഡോ. വിൻഡോയിൽ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഏതെങ്കിലും 5 സീനുകൾ എഴുതുക. ഡു യു ഹാവ് ദ സെയിം ഫീലിംഗ് ഓഫ് ജോയ് ഇഫ് യു ട്രാവൽ ബൈ ബസ്? ഇല്ലേ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേ ഫീലിംഗ് തോന്നുമോ? ഇല്ല. കാര്യം എന്താ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ഏതെങ്കിലും ഊട് വഴി കൂടെ ഒക്കെ ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗത്തൂടെ രാത്രിയിലൊക്കെ നമ്മൾ പോകുന്ന ബസ് ജേണി ആയിരിക്കണം. അതാകുമ്പോൾ കുറച്ച് ശാന്തമായിട്ട് നമുക്ക് പോകാം. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നതും അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ? ബസ്സാണെങ്കിൽ പോകുന്ന വഴിക്കെല്ലാം നിർത്തും, ഇടയ്ക്ക് കൈ കാണിക്കുന്നവർക്കൊക്കെ നിർത്തും, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്പീഡൊക്കെ ഇട്ട് നമ്മളൊരു വീഗാലാൻഡിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണോ ട്രെയിനിൻ്റെ യാത്ര? അതുപോലെ ബസ്സിലെ പോലെ എപ്പോഴും നിർത്തി അതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള വളരെ നോയ്സി ആയിട്ടുള്ള ഏരിയയിലൂടെ ആണോ ട്രെയിൻ പോകുന്നത്? ഡസ്റ്റും നോയ്സും ഒക്കെ ഉള്ള ഏരിയ ആണോ ബസ്സിൻ്റെത്, ട്രെയിനിൻ്റെത്? അല്ല. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ട്രെയിൻ ജേണിയിൽ നമ്മൾക്ക് എന്താണ് കാഴ്ചകളൊക്കെ കണ്ട് ഒരു വിൻഡോ സീറ്റൊക്കെ കിട്ടിയാൽ അവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് സുഖമായിട്ട് അല്ലെങ്കിൽ ഉറങ്ങിയൊക്കെ യാത്ര ചെയ്യാം. നമുക്കിവിടെ പറയാനുള്ളത് എന്തൊക്കെയാണ്? 5 എണ്ണം പറഞ്ഞ് ഏതൊക്കെ പറയാം നമുക്ക്? അവിടെ ലേക്സ് പറയാം, ഫിഷിംഗ് ബോട്ട് പറയാം, റിവേഴ്സ് പറയാം, പാഡി ഫീൽഡ് പറയാം, ടണൽ പറയാം. ഇങ്ങനെ 4-5 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാം. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ചോദിച്ചിട്ടുണ്ടല്ലേ, എന്തൊക്കെ നമുക്ക് പറയാം? നേരത്തെ പറഞ്ഞത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോ ബസ് മൂവ്സ് ത്രൂ പബ്ലിക് പ്ലേസസ് ആൻഡ് മേ ബി ത്രൂ ക്രൗഡഡ് ഏരിയാസ്. അല്ലേ, പബ്ലിക് പ്ലേസസിലൂടെയും ക്രൗഡഡ് ഏരിയാസിലൂടെയൊക്കെയാണ് മിക്കവാറും ബസ് യാത്ര ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു സ്ലോ ആൻഡ് ഹാസ് മെനി സ്റ്റോപ്സ്. ഇതിന് വളരെ സ്ലോ ആണ്, ഒരുപാട് സ്റ്റോപ്സും ഉണ്ട്. എന്നാൽ എന്താണ്, നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ബസ്സുകൾ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ. എന്നാലും അത്രയും ഒരു ഭംഗി വരില്ല. എങ്കിലും ബസ്സിൻ്റെ യാത്ര ഭംഗി നമ്മൾ ആസ്വദിച്ചൊരു സിനിമയുണ്ട്. ഏതാണ്? നമ്മുടെ ഗവിയിലൂടെ പോകുന്നില്ലേ ഒരു ബസ് യാത്ര, ഒരു ട്രാൻസ്പോർട്ട് യാത്ര? അത് നല്ലതല്ലേ? അതൊക്കെ വളരെ വിരളമായി മാത്രം കിട്ടുന്ന കുറച്ച് സൈറ്റുകളാണ്, എല്ലായിടത്തും കിട്ടില്ല അല്ലേ? Most places are noisy, so we cannot enjoy the journey sometimes. But train often moves through open fields, meadows and other beautiful places. The journey is somewhat calm and enjoyable. ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ കുറച്ച് ശാന്തമാണ്, എൻജോയ് ചെയ്യാം എന്ന് പറയുന്നു. ഇനി എന്താണ് ആക്ടിവിറ്റീസ്? എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി 1. In the poem, there are a number of words that describe movement and sound. Complete the following table, selecting appropriate words or expressions from the words in the box below.
കുറേ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് എന്തിനെ പറ്റിയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വേർഡ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മൂവ്മെൻറ്റിനെ പറ്റി, സൗണ്ടിനെ പറ്റിയൊക്കെ മനസ്സിലാവാനുള്ള കുറേയേറെ വേർഡ്സ്, ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ പലതരം ശബ്ദങ്ങൾ, അങ്ങനെയുള്ള എണ്ണം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏതിനകത്താണോ യോജിക്കുന്നത് അവിടേക്ക് നമ്മൾ ചേർക്കുക. വേർഡ്സ് ഡിസ്ക്രൈബ് മൂവ്മെൻറ്റ് എന്നുള്ളിടത്ത് മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉള്ളത് എഴുതുക. വേർഡ്സ് ഡിസ്ക്രൈബ് സൗണ്ട് എന്നുള്ളിടത്ത് സൗണ്ടിനെ പറ്റിയിട്ടുള്ള വേർഡ്സ് അതിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വേർഡ്സ് ദ ഡിസ്ക്രൈബ് മൂവ്മെന്റ്. ഒന്നാമത്തത് ഇവിടെ തന്നിട്ടുണ്ട്, വിസിൽ ബൈ. രണ്ടു മൂന്നെണ്ണം കൂടെ പറയാം. ഫാസ്റ്റർ, ഫ്ലൈ, സ്ട്രിഞ്ചിങ്, ക്ലെയിംബോ, സ്ക്രാമ്പിൾ എന്നുള്ളത് പറയാം. വേർഡ്സ് ദ ഡിസ്ക്രൈബ് സൗണ്ട്, വിസിൽ, ഡ്രൈവിംഗ് റെയിൻ, മൂവ്മെന്റ് വിത്ത് ഹാൻഡ്സ്, ഇതൊക്കെ പറയുക. ഇനി ആക്ടിവിറ്റി 2 ആണ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രം ദ പോയം. Don't they sound similar? Rhyme, ഒരേപോലെ സൗണ്ട്സ് വരുന്ന വേർഡ്സ് ആണ്. വിച്ചേഴ്സ്, ഡിച്ചേഴ്സ്, എന്ന് തന്നെ എഴുതാം. കാറ്റിൽ, ബാറ്റിൽ, അതും ഒരുപോലെ തന്നെയാണ് സൗണ്ട് വരുന്നത്. ദീസ് ആർ റൈമിംഗ് വേർഡ്സ്. ഇതാണ് എന്ത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ദേ മേക്ക് ദ പോയം മോർ മ്യൂസിക്കൽ. കുറച്ചും കൂടി മ്യൂസിക്കലാക്കാൻ, പോയത്തെ കുറച്ചും കൂടി മ്യൂസിക്കലാക്കാൻ അത് സഹായിക്കുന്നു. ഫൈൻഡ് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സിന്റെ പെയർസ് കണ്ടെത്തുക. പ്ലെയിൻ, റെയിൻ, I, buy, scrambles, brambles, road, load, river, forever. അത് ഡൗട്ട് വരരുത്. റിവർ, ഫോറെവർ, അത് ലാസ്റ്റ് VER എന്ന് തന്നെയല്ലേ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപോലെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, റൈം സ്കീം സെയിം ആയിരിക്കും. അത് എഴുതുക. ഇനി ആക്ടിവിറ്റി 3. ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് 2 സിമിലീസ്. 2 സിമിലീസ്. എന്ത് സിമിലി മെറ്റഫറും ഒക്കെ അസും ലൈക്കും ഒക്കെ ചേർന്ന് വരുന്നത് സിമിലി അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കുക. ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് 2 സിമിലീസ്. 2 സിമിലീസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ, എന്തിനെയോ ആയിട്ട് എന്തിനെയോ കമ്പയർ ചെയ്യുന്നു, ഏതോ ഒന്നുമായിട്ട് എന്തിനെയോ കമ്പയർ ചെയ്യുന്നു. അതാണ് സിമിലി എന്ന് നമ്മൾ പറയുന്നത്. പിക്ക് ഔട്ട് ദി സിമിലീസ് ഫ്രം ദി പോയം. അപ്പോൾ അത് നമുക്ക് കണ്ടെത്തണം. എന്താണ് ഒന്നാമത്തത്? ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ്. കണ്ട പോലെ, ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ ഓൾ ത്രൂ ദ മെഡോസ് ദി ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്? ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ഹിൽ ആൻഡ് ദ പ്ലെയിൻ ഫ്ലൈ അസ് തിക്ക് അസ് ഡ്രൈവിംഗ് റെയിൻ. അസ് വരുന്നു, തിക്ക് അസ് എന്ന് പറയുന്നു. അപ്പോൾ അത് സിമിലിയാണ്. അതുകൂടി അവിടെ എഴുതുക. അപ്പോൾ 2 എണ്ണം കിട്ടിയില്ലേ. അടുത്തത് ആക്ടിവിറ്റി 4. Underline the initial sounds of words repeated in the given lines. Faster than fairies, faster than witches, bridges and houses, hedges and ditches. Now underline the vowel sounds repeated in each line. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ വവൽ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്തത്? ഏതോ വവൽ, AEIOU വവൽ സൗണ്ട്സ്, അത് ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി എന്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്? അലിറ്ററേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അലിറ്ററേഷൻ എന്താണെന്ന്. അലിറ്ററേഷൻ ഇസ് ദ റെപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ, തുടക്കത്തിൽ വരുന്ന ഇനീഷ്യൽ ആയിട്ടുള്ള കോൺസണന്റ് സൗണ്ട്സ് ഓഫ് വേർഡ്സ് ഇൻ എ ലൈൻ. ഓരോ വേർഡും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത്, ഇവിടെ തന്നെ ശ്രദ്ധിച്ചേ, ഫാസ്റ്റർ ദാൻ ഫെയറീസ്. അത് ഏത് സൗണ്ടാണ്? കോൺസണന്റ് സൗണ്ട്. അപ്പം ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഫാസ്റ്റർ, ഫെയറീസ്, കണ്ടോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് ഇവിടെ വരുന്നത്. അടുത്തത് എന്താണ്? അസൊണൻസ്. റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. ഒരു വവൽ സൗണ്ട്സിന്റെ റെപ്പറ്റീഷൻ ആണ് അസൊണൻസ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഐഡന്റിഫൈ ദ ലൈൻസ് ഹാവിംഗ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ ഉള്ളത് കണ്ടെത്തുക. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അതൊക്കെ നമുക്കിവിടെ എഴുതാം. ഐഡന്റിഫൈ ദ ലൈൻസ് ഹാവിംഗ് അസൊണൻസ്. അസൊണൻസ് ഉള്ളത് ഫ്ലൈ അസ് തിക്ക് അസ് ഡ്രൈവിംഗ് റെയിൻ അസ് തിക്ക് അസ്. റെപ്പിറ്റേഷൻ വന്നു. ഹിയർ ഇസ് എ ചൈൽഡ് ഹൂ ക്ലൈംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ഹിയർ ഇസ് എ ട്രാംപ് ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഇതും അതുപോലെ വരുന്നതാണ്. അടുത്ത എന്താണ്? ആൻഡ് ഒക്കെ വരുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചോളുക. അടുത്ത എന്താണ് ഒരു ഉദാഹരണം പറയാവുന്നത്? ഹിയർ ഇസ് എ ചൈൽഡ് ഹൂ ക്ലൈംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ഹിയർ ഇസ് എ ട്രാംപ് ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഇതൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ്. What effect do the repeated sounds bring to the poem? എന്ത് എഫക്റ്റ് ആണ്? കുറച്ചും കൂടി മ്യൂസിക്കൽ ക്വാളിറ്റി കൊണ്ടുവരും. They lend a rhythmic quality to the poem. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി റിതം, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ റിതം ഉണ്ടാകുന്നു. അടുത്തത് ആക്ടിവിറ്റി 5. Consider the first 2 lines of the poem. ഇതിൻ്റെ 2 lines നോക്കുക. Can you find any pattern? എന്തെങ്കിലും നിങ്ങൾക്ക് കാണാമോ?
ഫാസ്റ്റർ ദാൻ ഫെയറീസിനകത്ത് ഫാസ്റ്റും ഫെയറും ഫാസ്റ്റും വിച്ചും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജ്, ഹൗസ്, ഹെഡ്, ഡിറ്റ് അതൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചേ. റീഡ് ദ പോയം അലൗഡ് ഗിവിംഗ് സ്ട്രെസ് ടു ദ അണ്ടർലൈൻഡ് പാർട്സ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് സ്ട്രെസ് കൊടുത്ത് വായിക്കണം. ദ പോയം ഫോളോസ് എ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് പാറ്റേൺ. സ്ട്രെസ്ഡ് ആയിട്ടുള്ളതും അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ളതുമായ പാറ്റേൺ ആണ്. കുറച്ച് ഭാഗം സ്ട്രെസ് ചെയ്ത് വായിക്കണം, കുറച്ച് ഭാഗം അൺസ്ട്രെസ്ഡ് ആയിട്ട് വായിക്കുക. ദിസ് പാറ്റേൺ ഇസ് റിപ്പീറ്റഡ് ബട്ട് നോട്ട് എക്സാക്ട്ലി ദ സെയിം ഇൻ എവറി ലൈൻ. ഈ പാറ്റേൺ റിപ്പീറ്റഡ് ആണ്, പക്ഷെ എല്ലായിടത്തും ഇതുപോലെ സ്ട്രെസ് ചെയ്ത് വായിക്കേണ്ടതല്ല. റീഡ് ദ പോയം അഗൈൻ. ഡസ് ഇറ്റ് സൗണ്ട് ലൈക്ക് ദ ബീറ്റ്സ് ഓഫ് എ ഡ്രം? ഒരു ഡ്രമ്മിന്റെ സൗണ്ട് പോലെ തോന്നുന്നുണ്ടോ? ദ പോയം ഹാസ് ദ റിതം ഓഫ് എ മൂവിംഗ് ട്രെയിൻ. ഇതിനെന്തുണ്ട്? ഒരു മൂവിംഗ് ട്രെയിനിന്റെ റിതം ഉണ്ട്. ഹൗ ഡസ് ദിസ് റിതം കോൺട്രിബ്യൂട്ട് ടു ദ മീനിങ് ഓഫ് ദ പോയം? എങ്ങനെയാണ് മീനിങ് തോന്നുന്നത്? എന്താ മീനിങ്ങിന്? ആ ട്രെയിനിനകത്തുള്ള ആ ജേർണി എന്താണോ, ആ പോയം എന്താണ്, പോയിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? ദ റിതം ഗീവ്സ് എ ഫീൽ ഓഫ് ദ മൂവിംഗ് ട്രെയിൻ അല്ലേ? ഒരു മൂവിംഗ് ട്രെയിനിന്റെ ഫീല് ആ ഒരു റിതത്തിലൂടെ നമുക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ആക്ടിവിറ്റി 6. ലിസ്റ്റ് ഡൗൺ ദ റൈമിംഗ് വേർഡ്സ് ഓഫ് ഈച്ച് ലൈൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തുള്ള എന്താണ് റൈമിംഗ് വേർഡ്സ് എഴുതുക. നെയിം ദ വേർഡ്സ് അക്കോർഡിംഗ് ടു ദി സിമിലാരിറ്റി ഓഫ് എൻഡിങ് സൗണ്ട്. Begin the naming with a. Words with similar endings should be named using the same letter. Sound ആണ് പറയുന്നത്. എന്താണ് എൻഡിങ് വേർഡ് ഓഫ് ഈച്ച് ലൈൻ? വിച്ചേഴ്സ്, ഡിച്ചസ്. അത് രണ്ടും ഒരുപോലെയല്ലേ എൻഡ് ചെയ്തത്? ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ് റൈം സ്കീം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്തത് പഠിപ്പിക്കാത്തത്. എന്നാലും ഒരു പ്രാവശ്യം കൂടി ഞാൻ റൈം സ്കീം പറയാം. വിച്ചേഴ്സ്, ഡിച്ചേഴ്സ്. അതിനകത്ത് വ്യത്യാസം എന്താണ്? ആദ്യത്തെ ഡബ്ല്യൂയും ഡിയും മാത്രമാണ് ബാലൻസ് വ്യത്യാസമുള്ളത്. ബാലൻസ് പോർഷൻസിൽ ഉള്ള എല്ലാ പ്രൊനൗൺസിയേഷനും എല്ലാ സ്പെല്ലിങ്ങും സെയിം ആണ്. പ്രൊനൗൺസ് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ വിച്ചേഴ്സ്, ഡിച്ചേഴ്സ്, ചേഴ്സ് എന്ന് തന്നെയാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് രണ്ടിനും ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ റൈം സ്കീം എഴുതുമ്പോൾ അതിന് രണ്ടിനും ഒരേ കോഡ് കൊടുക്കുക എ. അടുത്തെന്താണ് കാറ്റിൽ, ബാറ്റിൽ. അവിടെയും അതുപോലെ ATTLE എന്ന് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇത്രയും സ്പെല്ലിങ് വേണമെന്നില്ല. അതായത് ആദ്യത്തെ ഒരു സ്പെല്ലിങ്ങിന് മാത്രമേ വ്യത്യാസം വരാവൂ, ബാക്കി എല്ലാം സെയിം ആയിരിക്കണം എന്നല്ല. അത് ചിലപ്പോൾ നിർത്തുന്ന 2 ലെറ്റർ അല്ലെങ്കിൽ നിർത്തുന്ന 3 ലെറ്ററേ സെയിം ആയിരിക്കത്തുള്ളൂ. ചിലപ്പോൾ നിർത്തുന്ന സൗണ്ട് ആയിരിക്കും സെയിം. എപ്പോഴും സൗണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ബാറ്റിൽ, കാറ്റിൽ, ബാറ്റിൽ, കാറ്റിൽ എന്ന് പറഞ്ഞു. അവിടെയും ഒരുപോലെ ടിൽ എന്നല്ലേ നിർത്തിയത്. അപ്പൊ അവിടെയും എന്തെഴുതുക? ബി എന്ന് കൊടുത്ത് അവിടെ എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത ലൈൻസ് നമുക്ക് നോക്കേ. പ്ലെയിൻ, റെയിൻ, പ്ലെയിൻ, റെയിൻ, എ എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ എ കൊടുക്കുക. ഐ, ബൈ. വ്യത്യാസം നോക്കിയേ. BY ഇതിന്റെ സ്പെല്ലിംഗ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇതിന്റെ രണ്ടിന്റെ സ്പെല്ലിംഗ് രണ്ടല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കും? ഇവിടെ പറയുന്നത് എങ്ങനെ? ഐ, ബൈ, ഐ എന്നല്ലേ നിർത്തിയത്. ബൈക്കകത്ത് ബ, ഐക്കകത്ത് ഐ പിന്നെന്താണ്? ബൈ. ആ ഒരു വ്യത്യാസം. ഐ എന്നാണ് നിർത്തിയത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും പാറ്റേൺ നമുക്ക് സെയിം ആയിട്ട് തന്നെ എഴുതാം. അവിടെ നമ്മൾ രണ്ടിനും എന്ത് കൊടുക്കാം? ബി എന്ന് കൊടുക്കാം. റൈം സ്കീം ഓഫ് ദി സ്റ്റാൻസ AABB. ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം ഫോർ ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദി പോയം. അതും സെയിം തന്നെ AABB. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ, ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ചേ. രണ്ടെണ്ണം വെച്ച് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ എന്ത് തന്നെയാണ് AABB എന്ന് തന്നെയാണ് അത് പോകുന്നത്. അടുത്ത ആക്ടിവിറ്റി 7. In this poem, ഈ പോയത്തിൽ the poet uses words to make pictures. പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയേറെ വേർഡ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ. എങ്ങനത്തെ പിക്ചറാ? ജസ്റ്റ് യു മൈറ്റ് യൂസ് എ ക്യാമറ ടു ടേക്ക് പിക്ചേഴ്സ്. നിങ്ങൾ ക്യാമറ യൂസ് ചെയ്ത് പിക്ചേഴ്സ് എടുക്കില്ലേ? അതേപോലെ പോയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയേറെ വേർഡ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് ക്രിയേറ്റ് ചെയ്യാനാ? പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ. വേർഡ് പിക്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ പോയറ്റ്സ് ആർ കോൾഡ് ഇമേജസ്. പോയറ്റുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പിക്ചേഴ്സിനെ എന്ത് പേരിട്ട് വിളിക്കും? പോയറ്റിക് ഇമേജസ് എന്നാ പറയാം. ഇമേജ് എന്ന് വിളിക്കും. സച്ച് പിക്ചേഴ്സ് മേ അപ്പീൽ ടു അവർ ഐസ്. ഈ പിക്ചേഴ്സ് എന്താ? കണ്ണിനെ മാത്രം ബാധിക്കുന്ന ഇമേജസ് അല്ല. എങ്ങനത്തതായിരിക്കാം? ഐസിനുള്ളതായിരിക്കാം, ഇയേഴ്സിനുള്ളതായിരിക്കാം, ടച്ച് ചെയ്യുമ്പോൾ അറിയാവുന്നതാ,
ചിലത് സ്മെല്ലിൽ അറിയുക, ചിലത് ടേസ്റ്റിൽ അറിയുക. ഇങ്ങനെയുള്ള പുളിപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഇമേജസ് പറയും. പുളിപ്പ് എന്ന് പറഞ്ഞാൽ കാണുവാണോ നമ്മൾ ചെയ്യുക, ടേസ്റ്റ് ചെയ്യല്ലേ? അപ്പോൾ അതിങ്ങനത്തെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ക്യാൻ യു പിക്ക് ഔട്ട് ദ ഇമേജസ് ഫ്രം ദ പോയം? കംപ്ലീറ്റ് ദി ഫോളോയിങ് വേർഡ് വെബ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇമേജസ് ഫ്രം ദി പോയം. വിഷ്വൽ ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. പിന്നെ എന്താണ് ഓഡിറ്ററി ആയിട്ടുള്ളത്, എന്താണ് കേൾക്കാൻ പറ്റുന്നത്, ഓഡിറ്ററി ആയിട്ടുള്ളതാണെങ്കിൽ അത് കണ്ടെത്തുക. ടച്ച് വഴി അറിയുന്നത് കണ്ടെത്തുക, സ്മെൽ വഴി അറിയുന്നത് കണ്ടെത്തുക, ടേസ്റ്റ് വഴി അറിയുന്നത് കണ്ടെത്തുക. അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രം കണ്ടെത്തിയാൽ മതി. ഇല്ലെന്ന് കരുതി എഴുതാതിരിക്കേണ്ട. എല്ലാം വിഷ്വൽ ആണെങ്കിൽ എല്ലാം വിഷ്വൽ എഴുതിക്കൊള്ളുക, എല്ലാം ഓഡിറ്ററി ആണെങ്കിൽ എല്ലാം ഓഡിറ്ററി എഴുതുക. അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. 2-3 വിഷ്വലും 2-3 ഓഡിറ്ററിയും ആയിരിക്കും, മിക്കവാറും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അത് നോക്കി എഴുതി വെക്കുക. 1-2 ഇവിടെ തന്നിട്ടുണ്ട്. ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ഓൺ ഗേസസ് തന്നിട്ടുണ്ട്, ഡ്രൈവിംഗ് റെയിൻ തന്നിട്ടുണ്ട്. പിന്നെന്താ, ഒരെണ്ണം ഞാൻ പറയാം, ആ കാർഡ് റണ്ണിങ് എവേ ഇൻ ദ റോഡ് എന്നുള്ളത് എഴുതാം. പിന്നെന്താണ് ഓഡിറ്ററി, എന്താ എഴുതാം നമുക്ക്, ചൈൽഡ് ഹു ക്ലൈംബേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്, അത് കേൾക്കുന്നതല്ലേ, അത് എന്താണ് ഓഡിറ്ററി ആണ്, അത് എഴുതുക. പിന്നെ 2 കൂടെ എഴുതുക. ഓക്കെ, അത്രയുമാണ് നിങ്ങളുടെ അതിനകത്തുള്ള ആക്ടിവിറ്റി 7. അടുത്ത ആക്ടിവിറ്റി 8 എന്താണ്? യു ഹാവ് എൻജോയ്ഡ് ദ ലോക്കോമോട്ടീവ് റിതം ഓഫ് ദ പോയം. ഹാവിൻഡ് യു? നിങ്ങളത് എൻജോയ് ചെയ്തില്ലേ? ആ ഒരു ലോക്കോമോട്ടീവ് റിതം ക്ലാസ്സിലായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്ത് അങ്ങ് വായിക്കായിരുന്നു അല്ലേ? റിസൈറ്റ് ദ പോയം ഇൻഡിവിജ്വലി ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്. ഒറ്റയ്ക്കും കൂട്ടുകാരുമായിട്ടൊക്കെ വായിക്കുക. ഒറ്റയ്ക്ക് വായിച്ചില്ലെങ്കിലും കൂട്ടുകാരുമായിട്ട് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ലിസ്റ്റ് ഔട്ട് ദ പിക്ചേഴ്സ് ദാറ്റ് കം ടു അവർ മൈൻഡ് വെൻ യു റീഡ് ദ പോയം. എന്തൊക്കെ ഇമേജസ് ആണ് മൈൻഡിൽ വരുന്നത് ഈ പോയം വായിക്കുമ്പോൾ? ക്യാൻ യു പ്രസന്റ് ദ പിക്ചേഴ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിൽസ് ഇൻ ദ ക്ലാസ്? അത് സ്റ്റിൽസിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാമോ? അറ്റംപ്റ്റ് ടു കൊറിയോഗ്രാഫ് ദ പോയം ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ അതൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പറ്റില്ല, നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസ്. ഇതുകൂടി ആയപ്പോൾ ഇനി പെൻഡിങ് ഉള്ളത് മാർവലസ് ട്രാവൽ, അതൊന്നും തന്നെ ഞാൻ എടുക്കും. ഇനിയുള്ളത് എന്താണ്, ഒരു പ്രോസ് വർക്ക് ഉണ്ടല്ലേ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളിടത്ത് പറഞ്ഞു തരാനുള്ള പ്രധാന കാര്യം, നമ്മൾ ഒന്നും തറവായിട്ടല്ല പഠിക്കുന്നത്. ഈ വെപ്രാളം നമ്മൾ കാണിക്കുന്നത് നമുക്കെന്തോ മറ്റുള്ളവരങ്ങ് മുമ്പിൽ കയറി എന്നുള്ള ഒരു വെപ്രാളമാണ്. ഈ മുമ്പേ പോകുന്നവർ പൊയ്ക്കോട്ടെ, നമ്മൾ സാവകാശം പോയാലും ആ എത്തേണ്ട സമയത്ത് അവിടെ എത്തിയാൽ മതി. ഓടിച്ചെന്ന് അവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതും കറക്റ്റ് സമയത്തിന് 1 മിനിറ്റ് മുമ്പ് എത്തുന്നതും ഏകദേശം ഒരുപോലെ. പക്ഷേ അവരെക്കാളും കുറേയേറെ കാര്യങ്ങൾ നമ്മളപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ച് പതുക്കെ പോയാൽ ഈ വെപ്രാളം കാട്ടി ഓടിപ്പോയി മാർക്ക് കുറച്ച് വാങ്ങണ്ട, പഠിച്ച് തറവായിട്ട് പോയാൽ മതി കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത പ്രോസ് ഉടനെ എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവർ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടികൾ വരെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന് പറയുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.